ഹലോ ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സെൻറ്റൻസുകളെ കുറിച്ചിട്ടാണ്. വാട്ട് ഈസ് എ സെൻറ്റൻസ്, ക്ലാസിഫിക്കേഷൻ ഓഫ് സെൻറ്റൻസ് ആൻഡ് ടൈപ്സ് ഓഫ് സെൻറ്റൻസ്. ഈ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് എ സെൻറ്റൻസ്? എ സെൻറ്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് which carry complete sense. It starts with a capital letter. It has a subject and a predicate. So what is a sentence? A sentence is a group of words which carry complete sense. Complete sense തരുന്ന ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെയാണ് നമ്മൾ സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ദ ആനിമൽ ഈസ് എ യൂസ്ഫുൾ ഡോഗ്. ഇതൊരു സെൻറ്റൻസ് ആണോ? അല്ല. കാരണം ദ അനിമൽ ഈസ് എ യൂസ്ഫുൾ ഡോഗ് എന്ന് പറയുമ്പോൾ അതിനൊരു കംപ്ലീറ്റ് സെൻസ് നമുക്ക് തരുന്നില്ല. അതായത് ഒരു പൂർണ്ണ അർത്ഥം നമുക്ക് ഈ സെൻറ്റൻസ് വായിച്ചാൽ കിട്ടില്ല. നേരെ മറിച്ച് ദ ഡോഗ് ഈസ് എ യൂസ്ഫുൾ അനിമൽ എന്ന് പറയുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് അർത്ഥം കിട്ടുന്നത്. ഇതിനെയാണ് നമ്മൾ സെൻറ്റൻസ് എന്ന് പറയുന്നത്. അതായത് കുറച്ച് വാക്കുകളുടെ ഗ്രൂപ്പിനെ ഒരിക്കലും സെൻറ്റൻസ് എന്ന് പറയാൻ പറ്റില്ല. നേരെ മറിച്ച് കംപ്ലീറ്റ് സെൻസ് തരുന്നത് ആ വേർഡാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. നമുക്ക് പൂർണ്ണമായ അർത്ഥം തരുന്ന വാക്കുകളുടെ ഗ്രൂപ്പിനെയാണ്, വേർഡ്സിൻ്റെ ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ. സെൻറ്റൻസ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും. ഇറ്റ് ഹാസ് എ സബ്ജക്റ്റ് ആൻഡ് എ പ്രെഡിക്കേറ്റ്. എല്ലാ സെൻറ്റൻസുകൾക്കും ഒരു സബ്ജക്റ്റും ഒരു പ്രെഡിക്കേറ്റും ഉണ്ടായിരിക്കും. So, what is a subject and a predicate? The subject names the person or thing that we speak about and the predicate says something about the subject. അതായത് ഒരു സെൻറ്റൻസിന് രണ്ട് ഭാഗങ്ങളാണുള്ളത്. ഒരാളെ പറ്റിയോ ഒരു വസ്തുവിനെ പറ്റിയോ നമ്മൾ സംസാരിക്കുന്നതിനെയാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. സബ്ജക്റ്റാണ് ഒരു സെൻറ്റൻസിൻ്റെ ഫസ്റ്റ് പാർട്ട്. ഇനി നമ്മൾ ആ ആളെക്കുറിച്ചോ ആ വസ്തുവിനെക്കുറിച്ചോ എന്താണോ പറയുന്നത് ആ പറയുന്നതിനെയാണ് പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. അതായത് പ്രെഡിക്കേറ്റ് ആണ് സെൻറ്റൻസിൻ്റെ സെക്കൻഡ് പാർട്ട്. അതായത് ഫസ്റ്റ് പാർട്ട് എന്നാൽ സബ്ജക്റ്റാണ്. ഒരു ആളെയോ ഒരു വസ്തുവിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതിനെ സബ്ജക്റ്റ് എന്നും, സെക്കൻഡ് പാർട്ടായ പ്രെഡിക്കേറ്റിൽ നമ്മൾ ആ ആളെക്കുറിച്ചോ ആ വസ്തുവിനെക്കുറിച്ചോ എന്താണോ സംസാരിക്കുന്നത് അതിനെയാണ് പ്രെഡിക്കേറ്റ് എന്നും പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ദ ഫയർ ബേൺസ് ഡിംലി. ഇതിൽ ദ ഫയർ ഈസ് ദ സബ്ജക്റ്റ് ആൻഡ് ബേൺസ് ഡിംലി, ദ ഫയർ എന്നുള്ളതാണ് സബ്ജക്റ്റ് ആൻഡ് ബേൺസ് ഡിംലി ഈസ് ദ പ്രെഡിക്കേറ്റ് ഓഫ് ദ സെൻറ്റൻസ്. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കാം. എ ഡ്രൗണിങ് മാൻ വിൽ ക്യാച്ച് അറ്റ് എ സ്ട്രോ. എ ഡ്രൗണിങ് മാൻ, ഇവിടെ നമ്മളൊരു വ്യക്തിയെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് എ ഡ്രൗണിങ് മാൻ ഈസ് ദ സബ്ജക്റ്റ്. ഇനി എന്താണ് ആ വ്യക്തി ചെയ്യുന്നത്? വിൽ ക്യാച്ച് അറ്റ് എ സ്ട്രോ. മുങ്ങിപ്പോകുന്ന മനുഷ്യൻ ഒരു കച്ചിത്തുരുമ്പ് കണ്ടാലും പിടിക്കും, അല്ലേ? അപ്പോൾ അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി വിൽ ക്യാച്ച് അറ്റ് എ സ്ട്രോ, ദാറ്റ് ഈസ് ദ പ്രെഡിക്കേറ്റ് ഓഫ് ദാറ്റ് സെൻറ്റൻസ്. നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് സെൻറ്റൻസസ്. സെൻറ്റൻസുകളെ നമുക്ക് നാലായിട്ട് തരംതിരിക്കാം. 1. അസർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്. 2. ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസസ്. 3. ഇമ്പറേറ്റീവ് സെൻറ്റൻസസ് ആൻഡ് 4. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ്. നമുക്ക് ഇതിൽ ഓരോന്നും 1 by 1 ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. സോ വാട്ട് ഈസ് ആൻ അസർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ് സെൻറ്റൻസസ്? എ സെൻറ്റൻസ് വിച്ച് സ്റ്റേറ്റ്സ്, ഡിക്ലെയർസ്, asserts something is called an assertive or declarative sentence. A sentence which states, declares or asserts something, അതായത് ഒരു പ്രസ്താവന രൂപത്തിലോ, അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലോ ഒരു പ്രസ്താവന രൂപത്തിലോ ഓർ എ ഡിക്ലറേഷൻ, അതായത് ഒരു പ്രഖ്യാപന രൂപത്തിലോ വരുന്ന സെൻറ്റൻസുകളെയാണ് നമ്മൾ അസർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസസ് എന്ന് പറയുന്നത്. ഒരു പ്രസ്താവന രൂപത്തിലോ ഒരു പ്രഖ്യാപന രൂപത്തിലോ, ദാറ്റ് മീൻസ് എ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു അസേർഷനായിട്ടോ അല്ലെങ്കിൽ ഒരു ഡിക്ലറേഷനായിട്ടോ വരുന്ന സെൻറ്റൻസുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അസർട്ടീവ് സെൻറ്റൻസസ് എന്ന് പറയുന്നത്. അസർട്ടീവ് സെൻറ്റൻസിൻ്റെ മറ്റൊരു പേരാണ് ഡിക്ലറേറ്റീവ് സെൻറ്റൻസസ്. അതായത് ഒരു പ്രസ്താവന രൂപത്തിലോ ഒരു പ്രഖ്യാപന രൂപത്തിലോ വരുന്ന സെൻറ്റൻസുകളെയാണ് നമ്മൾ അസർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസസ് എന്ന് പറയുന്നത്. ഇറ്റ് എൻഡ്സ് വിത്ത് എ ഫുൾ സ്റ്റോപ്പ്. എപ്പോഴും അസർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസസ് എൻഡ് ചെയ്യുന്നത് ഫുൾ സ്റ്റോപ്പിലായിരിക്കും. ഫോർ എക്സാമ്പിൾ, അശോക വാസ് എ ഗ്രേറ്റ് എംപറർ. അശോക ഒരു ഗ്രേറ്റ് എംപറർ ആണ്. അതൊരു ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദ കൗ ഈസ് എ യൂസ്ഫുൾ അനിമൽ. ദ എർത്ത് മൂവ്സ് റൗണ്ട് ദ സൺ. I am a researcher. My sister lives in Delhi. ഇതെല്ലാം തന്നെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്.
ഇതിനെല്ലാം തന്നെ ഒരു കംപ്ലീറ്റ് സെൻസുമുണ്ട്. ഇങ്ങനെയുള്ള സെൻറ്റൻസുകളെയാണ് നമ്മൾ അസർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് സെൻറ്റൻസിലേക്ക് പോകാം. ദാറ്റ് ഈസ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസസ്. വാട്ട് ഈസ് ആൻ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ്? An interrogative sentence is one that asks a direct question and always ends in a question mark. Interrogative sentence എന്നാൽ ചോദ്യ രൂപത്തിൽ വരുന്ന സെൻറ്റൻസുകളെയാണ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസസ് എന്ന് പറയുന്നത്. ഇൻട്രോഗേഷൻ എന്ന് വെച്ചാൽ തന്നെ ചോദ്യം ചോദിക്കൽ എന്നാണ് അർത്ഥം. ചോദ്യ രൂപത്തിൽ വരുന്ന സെൻറ്റൻസുകളെയാണ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസസ് എന്ന് പറയുന്നത്. An interrogative sentence always ends in a question mark. ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എപ്പോഴും ക്വസ്റ്റ്യൻ മാർക്കിലായിരിക്കും അവസാനിക്കുന്നത്. ദ ടേം ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ഈസ് അനദർ നെയിം ഫോർ എ ക്വസ്റ്റ്യൻ. ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിൻ്റെ മറ്റൊരു പേര് തന്നെ ക്വസ്റ്റ്യൻ എന്നാണ്. അതായത് ചോദ്യ രൂപത്തിൽ വരുന്ന ഏത് സെൻറ്റൻസിനെയും നമുക്ക് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എപ്പോഴും അവസാനിക്കുന്നത് ക്വസ്റ്റ്യൻ മാർക്കിലായിരിക്കും. Example, may I come in? Can you speak English? Will you post this letter for me? Can he paint well? Is the train on time? ഈ സെൻറ്റൻസുകളെല്ലാം തന്നെ അവസാനിക്കുന്നത് ക്വസ്റ്റ്യൻ മാർക്കിലാണ്. മാത്രമല്ല ഇതെല്ലാം തന്നെ ക്വസ്റ്റ്യനുമാണ്. ഇങ്ങനെയുള്ള സെൻറ്റൻസുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസസ് എന്ന് പറയുന്നത്. ചോദ്യരൂപങ്ങളിൽ ഉള്ള സെൻറ്റൻസുകളെയാണ് നമ്മൾ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസസ് എന്ന് പറയുന്നത്. The third classification of sentence is imperative sentences. What is an imperative sentence? Imperative sentences are used to issue a command or instruction, make a request or offer advice. Basically, they tell people what to do. അതായത് ഒരു കമാൻഡ്, ഒരു ഇൻസ്ട്രക്ഷൻ, റിക്വസ്റ്റ് അല്ലെങ്കിൽ അഡ്വൈസ് മറ്റൊരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളെയാണ് ഇമ്പറേറ്റീവ് സെൻറ്റൻസസ് എന്ന് പറയുന്നത്. ആജ്ഞ, അപേക്ഷ, അനുവാദം, ആശംസ ഇതെല്ലാം മറ്റൊരാൾക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളെയാണ് ഇമ്പറേറ്റീവ് സെൻറ്റൻസസ് എന്ന് പറയുന്നത്. The mark at the end of the imperative sentence is usually a full stop, but the exclamation mark is used when a wish or emphatic command is expressed. സാധാരണഗതിയിൽ ഇമ്പറേറ്റീവ് സെൻറ്റൻസിൽ നമ്മൾ അവസാനം ഉപയോഗിക്കുന്നത് ഫുൾ സ്റ്റോപ്പ് ആണെങ്കിലും ചില സമയത്ത് എക്സ്ക്ലമേഷൻ മാർക്ക് ഉപയോഗിക്കാറുണ്ട്. അതെപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ഒരു വിഷ് അല്ലെങ്കിൽ എംഫറ്റിക് കമാൻഡ്, ഒരു ആജ്ഞ നൽകുമ്പോഴോ അല്ലെങ്കിൽ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുന്ന സമയത്തോ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? എക്സ്ക്ലമേഷൻ മാർക്കും കൊടുക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, മൂവ് ഔട്ട് ഓഫ് മൈ വേ. മൂവ് ഔട്ട് ഓഫ് മൈ വേ ഇതൊരു എംഫറ്റിക് കമാൻഡാണ് അല്ലേ, വളരെ ശക്തമായിട്ടുള്ള ഒരു ആജ്ഞയാണ് പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുത്തിരിക്കുന്നത്. പാസ് ദ സോൾട്ട്, ഷട്ട് ദ ഫ്രണ്ട് ഡോർ, ഫൈൻഡ് മൈ ലെതർ ജാക്കറ്റ് ഇതെല്ലാം തന്നെ ഇമ്പറേറ്റീവ് സെൻറ്റൻസിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇമ്പറേറ്റീവ് സെൻറ്റൻസ് സാധാരണഗതിയിൽ റിക്വസ്റ്റ് ഫോമായിട്ടുള്ള പ്ലീസ്, കൈൻഡ്ലി എന്നിലും തുടങ്ങാം. അല്ലാതെ വേർബ് ഫോമിലും സ്റ്റാർട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഓപ്പൺ ദ ഡോർ. ഓപ്പൺ എന്ന് പറയുന്നത് ഒരു വേർബാണ് അല്ലേ. അപ്പോൾ ഓപ്പൺ ദ ഡോർ എന്നുള്ളത് ഒരു വേർബ് ഫോമിലും തുടങ്ങാം, അല്ലെങ്കിൽ പ്ലീസ് ഗീവ് മീ യുവർ പെൻ, പ്ലീസ് എന്ന് പറയുന്ന റിക്വസ്റ്റ് ഫോമിലും തുടങ്ങാം. ഇങ്ങനെയുള്ള സെൻറ്റൻസുകളെയാണ്, അതായത് കമാൻഡ്, ഇൻസ്ട്രക്ഷൻ, റിക്വസ്റ്റ്, വിഷ്, അഡ്വൈസ് എന്നിങ്ങനെയുള്ള സെൻറ്റൻസുകളെയാണ് ഇമ്പറേറ്റീവ് സെൻറ്റൻസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, moving to the fourth classification of sentence, that is exclamatory sentences. Sentences which convey sudden feelings are called exclamatory sentences. They always end with an exclamation mark. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ് എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള എക്സൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇമോഷൻസ് പ്രകടിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളെയാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ് എന്ന് പറയുന്നത്. എന്തെങ്കിലും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നുന്ന ഇമോഷൻ അല്ലെങ്കിൽ ഒരു എക്സൈറ്റ്മെൻറ്റ് അത് പ്രകടിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളെയാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ് എന്ന് പറയുന്നത്. ദേ ഓൾവേസ് എൻഡ് വിത്ത് ആൻ എക്സ്ക്ലമേഷൻ മാർക്ക്. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഓൾവേസ് എൻഡ്സ് വിത്ത് ആൻ എക്സ്ക്ലമേഷൻ മാർക്ക്. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ് എപ്പോഴും എക്സ്ക്ലമേഷൻ മാർക്കിൽ മാത്രമേ അവസാനിക്കുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ, വാട്ട് ആൻ ഐഡിയ, വാട്ട് നോൺസെൻസ്, ഹൗ ഹോട്ട് എ ഡേ, വാട്ട് എ ബ്യൂട്ടിഫുൾ ഹൗസ്, അലാസ് ഷീ ലെഫ്റ്റ് us too early. അലാസ് എന്നാൽ കഷ്ടം
എന്ന് പറയുന്ന അർത്ഥമാണുള്ളത്. അലാസ് കഴിഞ്ഞാൽ എപ്പോഴും എക്സ്ക്ലമേഷൻ മാർക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു എക്സൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇമോഷൻ, ഒരു ആവേശം കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളെയാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ് എന്ന് പറയുന്നത്. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ് എപ്പോഴും അവസാനിക്കുന്നത് എക്സ്ക്ലമേഷൻ മാർക്കിലായിരിക്കും. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് സെൻറ്റൻസസ് ആണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് ആണ്. ദർ ആർ 2 ടൈപ്സ് ഓഫ് സെൻറ്റൻസസ്, പോസിറ്റീവ് സെൻറ്റൻസസ് ആൻഡ് നെഗറ്റീവ് സെൻറ്റൻസസ്. എന്താണ് പോസിറ്റീവ്, എന്താണ് നെഗറ്റീവ് സെൻറ്റൻസ് എന്ന് നോക്കാം. വാട്ട് ഈസ് എ പോസിറ്റീവ് സെൻറ്റൻസ്? A positive sentence or an affirmative sentence is a statement that affirms rather than negates a proposition. It is characterized by the absence of negative words in it. ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എപ്പോഴും അഫേം ചെയ്ത് അല്ലെങ്കിൽ ഉറപ്പിച്ചു പറയും. ഉറപ്പിച്ചു പറയുന്നതിനെ അല്ലെങ്കിൽ അഫേം ചെയ്ത് പറയുന്നതിനെയാണ് പോസിറ്റീവ് സെൻറ്റൻസസ് എന്ന് പറയുന്നത്. പോസിറ്റീവ് സെൻറ്റൻസിൻ്റെ മറ്റൊരു പ്രത്യേകത, അതിലൊരിക്കലും നെഗറ്റീവ് ടേംസ് അല്ലെങ്കിൽ നെഗറ്റീവ് വേർഡ്സ് ഉണ്ടാകില്ല. ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ ആബ്സെൻസ് ഓഫ് നെഗറ്റീവ് വേർഡ്സ് ഇൻ ഇറ്റ്. പോസിറ്റീവ് സെൻറ്റൻസിൽ ഒരിക്കലും നെഗറ്റീവ് ടേംസ് ഉണ്ടാവില്ല. നെഗറ്റീവ് വേർഡ് ഇല്ലാത്ത ഏത് സെൻറ്റൻസിനെയും പോസിറ്റീവ് സെൻറ്റൻസ് എന്ന് പറയാം. നെഗറ്റീവ് വേർഡ് ഉള്ളതിനെ മാത്രമേ നെഗറ്റീവ് സെൻറ്റൻസ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരാൾക്ക് ആക്സിഡൻ്റ് ആയിട്ട് കിടക്കുകയാണ്, അല്ലെങ്കിൽ ഒരാൾ മരിച്ചു, അതൊരിക്കലും പോസിറ്റീവായിട്ടുള്ള കാര്യമല്ല. പക്ഷേ ആ സെൻറ്റൻസിൽ നെഗറ്റീവ് വേർഡ് ഇല്ലെങ്കിൽ ആ സെൻറ്റൻസ് എന്താണ്? പോസിറ്റീവ് സെൻറ്റൻസ് തന്നെയാണ്. ഇതാണ് പോസിറ്റീവ് സെൻറ്റൻസ്. സ്വാഭാവികമായും എന്താണ് നെഗറ്റീവ് വേർഡ്സ്, നെഗറ്റീവ് ടേംസ് എന്ന സംശയമുണ്ടാകും. നമുക്ക് നോക്കാം എന്താണ് നെഗറ്റീവ് സെൻറ്റൻസസ് എന്നാൽ. എ സെൻറ്റൻസ് വിച്ച് ഹാസ് എനി ഓഫ് ദ നെഗറ്റീവ് വേർഡ്സ് ലൈക്ക് നോ, നോട്ട്, none, nothing, nowhere, neither, nobody, no one, hardly, scarcely, barely is called a negative sentence. അതായത് നെഗറ്റീവ് വേർഡ്സ് ആയിട്ടുള്ള നോ, നോട്ട്, നൺ, നത്തിങ്, നോവെയർ, നൈദർ, നോബഡി, നോ വൺ, ഹാർഡ്ലി, സ്കാർസ്ലി, ബെയർലി ഇതുപോലുള്ള ഏത് വേർഡ് ആ സെൻറ്റൻസിൽ ഉണ്ടായാലും ആ സെൻറ്റൻസിനെ നമ്മൾ നെഗറ്റീവ് സെൻറ്റൻസ് എന്നാണ് പറയുന്നത്. നേരെ മറിച്ച് ഈ നെഗറ്റീവ് വേർഡ്സ് ഒന്നും ഇല്ലാത്ത സെൻറ്റൻസുകളെയെല്ലാം തന്നെ പോസിറ്റീവ് സെൻറ്റൻസ് എന്നാണ് പറയുന്നത്. ചിലപ്പോൾ അതിൻ്റെ അർത്ഥം നെഗറ്റീവ് അർത്ഥമായിരിക്കാം. ഫോർ എക്സാമ്പിൾ, ഒരാൾ മരിച്ചു അല്ലെങ്കിൽ ഒരാൾക്ക് ആക്സിഡൻ്റ് ആയി, അത് സ്വാഭാവികമായിട്ടും നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ആ സെൻറ്റൻസിൽ നെഗറ്റീവ് വേർഡ്സ് ഇല്ലെങ്കിൽ, നെഗറ്റീവ് വേർഡ്സ് ആയിട്ടുള്ള നോട്ടോ, നോബഡിയോ, നോവേറോ, നൈദറോ, ഹാർഡ്ലിയോ ഒന്നും ഇല്ലെങ്കിൽ ആ സെൻറ്റൻസ് എന്താണ്? പോസിറ്റീവ് സെൻറ്റൻസ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. Let's have a look at the examples of positive and negative sentence. Changing sentences from positive to negative without changing the meaning. പോസിറ്റീവ് സെൻറ്റൻസിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഹി ഈസ് ഓൾവേസ് പങ്ക്ച്വൽ. അദ്ദേഹം എപ്പോഴും പങ്ക്ച്വലാണ്. അതിൻ്റെ നെഗറ്റീവ് ഇതാണ്, ഹി ഈസ് നെവർ ലേറ്റ്. ഹി ഈസ് നെവർ, നെവർ എന്ന് പറയുന്നത് എന്താണ്? ഒരു നെഗറ്റീവ് വേർഡാണ്. സോ ഇറ്റ്സ് എ നെഗറ്റീവ് സെൻറ്റൻസ്. പോസിറ്റീവ്, എവ്രി വൺ ഈസ് ഹാപ്പി അബൌട്ട് ദ ന്യൂ പോളിസി. ആൻഡ് നെഗറ്റീവ്, നോ വൺ ഈസ് അൺഹാപ്പി അബൌട്ട് ദ ന്യൂ പോളിസി. നോ വൺ ഈസ് അൺഹാപ്പി അബൌട്ട് ദ ന്യൂ പോളിസി. നോ വൺ ഈസ് എ നെഗറ്റീവ് വേർഡ്. പോസിറ്റീവ്, റിതു ഈസ് സ്മാർട്ടർ ദാൻ ബീന. നെഗറ്റീവ്, ബീന ഈസ് നോട്ട് ആസ് സ്മാർട്ട് ആസ് റിതു. നോട്ട് ഈസ് എ നെഗറ്റീവ് വേർഡ്. പോസിറ്റീവ്, ഐ ബിലീവ് ദാറ്റ് ഹീ ഈസ് സിക്ക്. സിക്ക് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് കൊണോട്ടേഷൻ ഉള്ള ഒരു വേർഡാണ്, പക്ഷേ ഒരു സെൻറ്റൻസ് ആണ്, പക്ഷേ അതിൽ നെഗറ്റീവ് വേർഡ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ അതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. നെഗറ്റീവ്, ഐ ഡോണ്ട് ഡൗട്ട് ദാറ്റ് ഹീ ഈസ് സിക്ക്. അവിടെ ഡോണ്ട്, ഡു നോട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. ഈ സെൻറ്റൻസുകളെ പോസിറ്റീവ് ടു നെഗറ്റീവ് ആക്കി വിത്തൗട്ട് ചേഞ്ചിങ് ദ മീനിങ്. മീനിങ്ങിന് യാതൊരു വ്യത്യാസവും ഇല്ലാതെ ഈ സെൻറ്റൻസുകളെ നമ്മൾ പോസിറ്റീവ് ടു നെഗറ്റീവ് ആക്കിയിട്ടുണ്ട്. അതായത് ഹീ ഈസ് ഓൾവേസ് പങ്ക്ച്വൽ. അദ്ദേഹം എപ്പോഴും പങ്ക്ച്വലാണ്. അതിൻ്റെ നെഗറ്റീവ് എന്താണ്? ഹീ ഈസ് നെവർ ലേറ്റ്. അതിൻ്റെ അർത്ഥവും എന്ത് തന്നെയാണ്? പങ്ക്ച്വൽ എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. നെവർ ലേറ്റ്, അദ്ദേഹം ഒരിക്കലും ലേറ്റ് ആയിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥവും പങ്ക്ച്വൽ എന്ന് തന്നെയാണ്. അങ്ങനെയാണ് പോസിറ്റീവ് ടു നെഗറ്റീവ് ആക്കുന്നത്. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കൂ. എവ്രി വൺ ഈസ് ഹാപ്പി അബൌട്ട് ദ ന്യൂ പോളിസി. എല്ലാവരും ന്യൂ പോളിസിയിൽ ഹാപ്പിയാണ്. അതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്, കാരണം അതിലൊരു നെഗറ്റീവ് വേർഡും ഉപയോഗിച്ചിട്ടില്ല. ഇനി അതിനെ എങ്ങനെ നമുക്ക് നെഗറ്റീവ് ആക്കാം? നോ വൺ ഈസ് അൺഹാപ്പി. നോ വൺ ഈസ് അൺഹാപ്പി. ആരും തന്നെ
അൺഹാപ്പി അല്ല, ആർക്കും തന്നെ സന്തോഷം ഇല്ലാതില്ല. എന്തിന്? എബൌട്ട് ദ ന്യൂ പോളിസി. ന്യൂ പോളിസിയിൽ ആർക്കും തന്നെ സന്തോഷമില്ലാതില്ല. അതിൻ്റെ അർത്ഥം എല്ലാവർക്കും സന്തോഷമാണ് എന്നുള്ളതാണ്. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കൂ. റിതു ഈസ് സ്മാർട്ടർ ദാൻ ബീന. റിതു ബീനയെക്കാളും സ്മാർട്ടറാണ്. അതിലും നെഗറ്റീവ് വേർഡ് ഇല്ല, അതുകൊണ്ട് അതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. അത് നെഗറ്റീവ് ആക്കുമ്പോൾ ബീന ഈസ് നോട്ട് ആസ് സ്മാർട്ട് ആസ് റിതു. ബീന റിതുവിൻ്റെ അത്ര സ്മാർട്ട് അല്ല എന്നാണ് അർത്ഥം. അവിടെയും അർത്ഥവ്യത്യാസം വന്നിട്ടില്ല. പോസിറ്റീവ് അടുത്ത സെൻറ്റൻസ് എക്സാമ്പിൾ നോക്കാം. ഐ ബിലീവ് ദാറ്റ് ഹീ ഈസ്. ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹത്തിന് രോഗമാണ്. ഐ ഡോണ്ട് ഡൗട്ട് ദാറ്റ് ഹീ ഈസ് സിക്ക്. എനിക്ക് യാതൊരു സംശയവുമില്ല അദ്ദേഹത്തിന് രോഗമാണെന്നുള്ളത്. അവിടെ എന്തുണ്ട്? ഒരു രോഗം എന്നുള്ളത് ഒരു നെഗറ്റീവ് കൊണോട്ടേഷൻ ആണെങ്കിൽ കൂടിയും ആദ്യത്തെ സെൻറ്റൻസിൽ നമ്മൾ ഒരു നെഗറ്റീവ് വേർഡും ഉപയോഗിച്ചിട്ടില്ല. എന്നാൽ രണ്ടാമത്തെ സെൻറ്റൻസിൽ നെഗറ്റീവ് സെൻറ്റൻസിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നെഗറ്റീവ് വേർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് പോസിറ്റീവ് ടു നെഗറ്റീവിലേക്ക് സെൻറ്റൻസ് ചേഞ്ച് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ സെൻറ്റൻസ്, ക്ലാസിഫിക്കേഷൻ ഓഫ് സെൻറ്റൻസ്, ടൈപ്സ് ഓഫ് സെൻറ്റൻസ് ഇവ മൂന്നുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ ടോപ്പിക്. താങ്ക് യു ഫോർ വാച്ചിങ്.